പള്ളിക്കര കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രത്തിൽ മാർച്ച് 4 മുതൽ 9 വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായി പെരുങ്കളിയാട്ട പെരുമ കൊട്ടിയറിയിക്കാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ എത്തി. ചെണ്ടയും വലംതലയും കൊമ്പും കുഴലും ഇലത്താളവും കൊണ്ട് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും സംഘവും നാദവിസ്മയം തീർത്തുകൊണ്ട് പള്ളിക്കര കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തെ കൊട്ടിയറിയിച്ചു. 17 സംവത്സരങ്ങൾക്ക് ശേഷം മാർച്ച് 4 മുതൽ 9 വരെ തീയതികളിൽ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ വരവറിയിക്കാൻ മട്ടന്നൂരിനൊപ്പം മക്കളായ ശ്രീകാന്തും ശ്രീരാജും ഉൾപ്പെടെ 55 വാദ്യ കലാകാരന്മാരാണ് ക്ഷേത്രമുറ്റത്ത് തടിച്ചുകൂടിയ പുരുഷാരവത്തെ സാക്ഷിയാക്കി ഇലഞ്ഞിത്തറമേളം കൊട്ടിക്കയറിയത്. ഇത് പെരുങ്കളിയാട്ട ചരിത്രത്തിൽ തന്നെ ആദ്യ അനുഭവമായി മാറി. ഇവിടെ ഈ നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം ഭഗവതി ക്ഷേത്രം ഇവിടെ 12 വർഷത്തിലൊരിക്കൽ നടക്കേണ്ട വിഷയമാണ് 19 വർഷത്തിന് ശേഷം ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈ നാട്ടുകാരുടെയും എല്ലാ മഹാജനങ്ങളുടെയും ഉത്സാഹം ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യം വ്യക്തമായി. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. അതാണ് ഇന്ന് കൊട്ടിമേളം, പാണ്ടിമേളം, ഇലഞ്ഞിത്തറമേളം എന്നും പറയാം. അത് ഇവിടെ ഇത്രയും കൃത്യമായിട്ട് എല്ലാ സെറ്റിങ്സോട് കൂടിയിട്ട് ഇവിടേക്ക് ഇങ്ങനെ വന്ന് കൂട്ടുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ കെ.പി. ജയരാജൻ, രക്ഷാധികാരി കഞ്ചിയിൽ പത്മനാഭൻ, വി. ബാബു മാരാർ, ജനറൽ കൺവീനർ പി. രമേശൻ തുടങ്ങിയവർ ചേർന്ന് നിലവിളക്ക് കൊളുത്തിയതോടെയാണ് ഇലഞ്ഞിത്തറമേളം തുടങ്ങിയത്. സംഘാടക സമിതി ഭാരവാഹികളായ കെ. രഘു, പി. കുഞ്ഞികൃഷ്ണൻ, പി. രമേഷ് കുമാർ, പി. ഗോപി കൃഷ്ണൻ, സേതു ബംഗളം, ബാലൻ കക്കാണത്ത്, പി. വി. സുജിത് കുമാർ, സജീവൻ വെങ്ങാട്ട്, പി. വി. തുളസിരാജ്, സജീവൻ മടിവയൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.